Hello guys, welcome back to a new video of Obsidian View Tech Editing Tutorials. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയൊരു ഫീച്ചറിനെ പറ്റിയാണ്. ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റിന് ശേഷം പല ഫോൺസിലും വന്നതാണ്. പല ഫോൺസിലും വന്നത് മാത്രമല്ല, ഇപ്പോൾ 2021 തന്നെ പല പുതിയ ഫോൺസ് മാർക്കറ്റിലൊക്കെ റിലീസ് ചെയ്തപ്പോൾ തന്നെ ആൻഡ്രോയിഡ് 11 ഇൻബിൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക റിയൽമി നാസോ 20 Pro എന്നൊരു ഫോണാണ്. ബേസിക്കലി ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിന് മെയിൻ്റെ സമയത്തല്ല, മാർച്ചിൻ്റെ സമയത്ത് തന്നെ ഇതിന് ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് വന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഇത് ആൻഡ്രോയിഡ് 11 ആണെന്നുള്ളതിൻ്റെ അവിടെ നിന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഓക്കെ, ആൻഡ്രോയിഡ് 11 ഇത് ബേസ്ഡാണ് റിയൽമി UI 2.0 എന്നുള്ളൊരു മോഡലിനത്. കളേഴ്സ് OS 11. അപ്പോൾ ആൻഡ്രോയിഡ് 11ൻ്റെ അപ്ഡേറ്റിൻ്റെ പാച്ച് നോട്ട്സ് നിങ്ങൾ വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യപ്പെട്ടേക്കാണ്. അതാണ് ഡ്രാഗ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ. ഇത് പലർക്കും ഇപ്പോഴും അറിയാൻ പറ്റില്ല ഡ്രാഗ് ടെക്സ്റ്റ് എന്നൊരു സാധനം എങ്ങനെ ചെയ്യണമെന്ന്. ഇതിനെപ്പറ്റി യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടോയെന്ന് പോലുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. പക്ഷേ പുതിയതായതുകൊണ്ട് പലർക്കും ഇതിനെപ്പറ്റി ഇപ്പോഴും അറിയാൻ പാടില്ല ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. ചിലർ പാച്ച് നോട്ട്സ് വായിച്ചിട്ടുമില്ല, ഇത് വെറുതെ അപ്ഡേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഡ്രാഗ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയായി നിങ്ങൾ വീഡിയോയിന് ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണുക. This is Obsidian View Tech Editing Tutorials. Let's begin. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫോൺ സ്ക്രീനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ലോങ് സ്ക്രിപ്റ്റാണ്. ശരിക്കും വെരി ലോങ് എന്ന് തന്നെ വേണം പറയാൻ. നെക്സ്റ്റ് വീഡിയോന് വേണ്ടി ഉപയോഗിക്കാനുള്ള സ്ക്രിപ്റ്റും കൂടിയാണ് ഇത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഒരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ വാട്സാപ്പിൽ എനിക്കിത് ഒന്നെങ്കിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് PDF ആയിട്ട് എനിക്ക് അയക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇത് PDF ആയിട്ട് അയക്കുകയാണെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി പോകും. എന്നിട്ട് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് ചെറിയൊരു വശം മാത്രം സെലക്ട് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വെച്ചാൽ പണ്ട് വരാനുള്ള കാര്യമാണ്. ഇതിന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, ഇത് ഫുള്ള് അങ്ങോട്ട് സെലക്ട് ചെയ്യുക, കട്ടോ കോപ്പി എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതും ഫാസ്റ്റർ ആകുമ്പോൾ സ്റ്റെപ്സ് കുറച്ച് കുറവാണ്. അപ്പോൾ ഈ സ്റ്റെപ്സിന് വേണ്ടി നിങ്ങൾക്ക് വേറൊരു ആപ്പ് കയറ്റേണ്ട ഒരാവശ്യമില്ല. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ കോഡ് ആണ് നിങ്ങൾ കീബോർഡായിട്ട് ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ എന്നെപ്പോലെ, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അതിനകത്ത് ഒരു പണി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ടൈപ്പ് നോക്കി ഈ 3 ഡോട്ട്സ് നോക്കിയിട്ട് അത് ഫ്ലോട്ടിങ് വെക്കുക. കാരണം ഇത് ഇത്തിരി ഡിസ്റ്റർബൻസായി വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ഇപ്പോൾ ചെയ്യാൻ പോണ കാര്യത്തിന് വേണ്ടി. ഇങ്ങനെ ഫ്ലോട്ടിങ്ങിലാക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ഇടുക. അതാണ് നിങ്ങളിപ്പോൾ റിയൽമി ഫോൺസ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയാമായിരിക്കും. ചിലപ്പോൾ അറിയാൻ പാടാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ഇവിടെ അസിസ്റ്റീവ് ടച്ച് എന്നൊരു ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഈ സൈഡിലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വലിക്കുക സൈഡിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുമാതിരിയുള്ള ഒരു ഡയലോഗ് ബോക്സ് കാണാം. ഇതിന് വാട്സാപ്പിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് വർക്കായിട്ട് കാണാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഇത് സ്പ്ലിറ്റ് സ്ക്രീനിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഫ്ലോട്ടിംഗ് സ്ക്രീനകത്ത് ഇതൊരു കാരണവശാലും വർക്ക് ചെയ്യത്തില്ല. മറ്റേ ഫ്ലോട്ടിംഗ് സ്ക്രീനിൽ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഈ ഫ്ലോട്ട് ചെയ്തേക്കുന്ന ആപ്പ് തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതൊരാൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും സെലക്റ്റഡ് പാർട്ട് മാത്രം അയക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കാണോ നമ്മൾ അയക്കേണ്ട അവരുടെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുക. പക്ഷെ നമുക്ക് അയക്കേണ്ട സാധനം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആ സെലക്ട് ചെയ്തിരിക്കുന്ന എക്സാക്ട് സ്പോട്ടിനകത്ത് നമ്മൾ ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുമാതിരി ഒരു സാധനം വന്ന് കിടക്കുന്നുണ്ട്. നമ്മളിവിടെ അത്രയേ ഉള്ളൂ.
അത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. ഇതാ ആ ഫുൾ സാധനം ഇവിടെ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുള്ള ലൈവ് പ്രൂഫാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇത് 100% അഷോർഡ് ഗ്യാരൻറ്റീഡ് ആണ് ഇത് വർക്ക് ചെയ്യുമെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ഡിവൈസ് ആണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യത്തില്ല. കാരണം ഇത് ആൻഡ്രോയിഡ് 11 മാത്രം വന്നിരിക്കുന്ന ഫീച്ചറാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്ലോട്ടിംഗ് സ്ക്രീനിൽ വർക്ക് ചെയ്യത്തില്ല. അതിനുള്ള പ്രൂഫും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫ്ലോട്ടിംഗ് സ്ക്രീനിലാക്കി വാട്സാപ്പ് ഒരു സൈഡിലിരിക്കട്ടെ. എന്നിട്ട് ഏതെങ്കിലും കോൺടാക്റ്റിന് ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്ത് എനിക്ക് ഞാൻ ഈ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് ഈ സാധനം പോകുന്നു. പക്ഷെ അപ്പോഴേക്കും വാട്സാപ്പ് തന്നെ ക്ലോസ് ആവുകയും ചെയ്ത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് വർക്ക് ചെയ്യും. ഫ്ലോട്ടിംഗ് സ്ക്രീൻ തുറക്കില്ല, സ്പ്ലിറ്റ് സ്ക്രീനിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. പാച്ച് നോട്ട്സിലും അത് തന്നെ എഴുതിയിരിക്കുന്നത്. ഇപ്പോഴും പല ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, സോ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ നിങ്ങൾ പ്ലീസ് താഴെ കാണുന്ന റെഡ് കളറിലിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടി ഞെക്കി ഓളിൽ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി കാണാനായി. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്തോ വേണമെങ്കിൽ. I don't care. Well, thanks for watching. I'll see you around.